ഫ്രണ്ട്സ്, വെൽക്കം യു ഓൾ ടു DMD ഫാമിലി. അപ്പോൾ ഞാനെന്ന് പറയുന്നത് ടാറ്റ ടിയോഗയുടെ EVയുടെ എക്സ്പീരിയൻസ് ആണ്. സോ ഇറ്റ്സ് ഓൾമോസ്റ്റ് 5 months ഞങ്ങൾ ഈ വണ്ടി എടുത്തിട്ട് ഏപ്രിലാണ് എടുത്തത്. സോ ഓൾമോസ്റ്റ് ഇപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ വരെ വന്നു. ഓടിയിരിക്കുന്ന കിലോമീറ്റർ എന്ന് പറയുന്നത് 14,183 കിലോമീറ്റേഴ്സ് ആയി. 3 സർവീസ് വണ്ടിക്ക് കഴിഞ്ഞു. ഒരേ തവണ സർവീസ് ചെയ്യുമ്പോൾ വണ്ടി ഒരു സ്മൂത്ത് ആയിട്ടാട്ടോ എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഡ്രൈവിംഗ് കംഫർട്ട് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്, ഫുള്ളി ഓട്ടോമാറ്റിക്, നമുക്ക് നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്. പിന്നെ ചാർജിങ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഫുൾ ചാർജിൽ ഒരു 220 മാക്സ് 230 കിലോമീറ്റേഴ്സ് വരെ നമുക്ക് റേഞ്ച് കാണിക്കുന്നുണ്ട്. ഡിപ്പെൻസ് നമ്മൾ ഓടിക്കുന്ന രീതിയിലൊക്കെ നമുക്ക് വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ അതനുസരിച്ച് നമ്മുടെ റീജിയൻ മോഡും, അപ്പോൾ അത് ഞാൻ പഠിച്ചുകൊണ്ടുള്ളതേ ഉള്ളൂ EVയിൽ ഞാൻ ഓടിക്കാൻ. സോ അങ്ങനത്തെ നല്ലൊരു സ്മൂത്ത് ഡ്രൈവിംഗ് കംഫർട്ടാണ്. ലേഡീസിനൊക്കെ നോക്കുവാണെങ്കിൽ വളരെ നല്ലൊരു ഓപ്ഷനാണ് ഈ വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് എന്താ പറയുക, വണ്ടി ഓപ്റ്റ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു വണ്ടിയാണ്. ബിക്കോസ് നമ്മൾ വേറെ ഒരു ഇത് നോക്കുമ്പോൾ ഡ്രൈവിംഗ് കംഫർട്ട് ആവട്ടെ, എക്കണോമിക്കലി നോക്കുമ്പോഴും നല്ലൊരു ബെനിഫിറ്റ്സ് ഉള്ള ഒരു വണ്ടിയാണ്. സോ വിത്ത് 5 months നമ്മൾ ഇത്രയും കിലോമീറ്റർ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാം, വി ബോത്ത് ഡ്രൈവ് ടുഗദർ ആൻഡ് വി ഹവ് റീച്ച് സോ മെനി കിലോമീറ്റേഴ്സ്. അപ്പോൾ അടുത്ത ലോങ് ഡ്രൈവ് ഉടനെ തന്നെ നമ്മൾ പോകുന്നതായിരിക്കും. അപ്പം ചാർജിങ് സ്റ്റേഷൻസ് പലരും പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്, അയ്യോ EV ചാർജിങ് സ്റ്റേഷൻസ് ഇല്ല എന്നൊക്കെ. പക്ഷെ ഒരേ സ്ഥലത്തോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല ഫെസിലിറ്റീസ് ഉള്ള EV ചാർജിങ് സ്റ്റേഷനാണ് ഞാൻ കണ്ടിരിക്കുന്നത്. വിത്ത് റെസ്റ്റ് റൂംസ്, വിത്ത് ഫീഡിംഗ് റൂം ആവട്ടെ, അതും AC എക്വിപ്ഡ് ആയിട്ടുള്ളതാണ്. പലതും അതിൽ EV ചാർജിങ്ങിൽ നമുക്ക് വാട്ട് ഓൾ കംസ്, KCBയുടെ ഉണ്ട്, സിയോണിന്റെ ഉണ്ട്. അപ്പൊ നമുക്ക് ബെസ്റ്റ് ആയിട്ട് ഏതാച്ചായി തോന്നിയിരിക്കുന്നത് ഗോ ഈസിയിലാണ് ഏറ്റവും വിലക്കുറവുള്ളത് കേട്ടോ. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എക്കണോമിക്കലി സേവ് ചെയ്യാം. അത് പെർ യൂണിറ്റിന് എത്രയാച്ചായി ചാർജ് വരുന്നത്? 12.70 യെസ്. അപ്പൊ അത് നിങ്ങൾ നോക്കിയിട്ട് പോവുകയാണെങ്കിൽ ആ കിലോമീറ്റർ അനുസരിച്ചിട്ട് അടുത്ത സ്റ്റേഷൻ നോക്കുവാണെങ്കിൽ അതും അവിടെ നിങ്ങൾക്ക് എക്കണോമിക്കലി സേവ് ചെയ്യാൻ പറ്റിയതാണ്. അപ്പം ബെസ്റ്റ് ഒരു ഓപ്ഷൻ EV ഇലക്ട്രിക് ആണ്. അപ്പം ഞാനിത് എടുത്തിട്ട് ഇത്രയും ഓടിച്ചിട്ടാണ് ഞാൻ റിവ്യൂ കൊടുത്തോണ്ടുള്ളത്. അപ്പം ഇറ്റ്സ് നോട്ട് എ പ്രൊമോഷണൽ വീഡിയോ ആണോ, ഇറ്റ്സ് ജസ്റ്റ് എ പേഴ്സണൽ എക്സ്പീരിയൻസ് വാട്ട് ഐ എം ഷെയറിംഗ് വിത്ത് യു ഓൾ. ലൈക്ക് ഡ്രൈവിംഗ് ആദ്യമായിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഡ്രൈവിംഗ് കംഫർട്ട് ഓട്ടോമാറ്റിക്കലി നോക്കുവാണെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഈ ബൈക്കിൽ ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഫ്രം DMD ഫാമിലി.